ഹായ് ഓൾ, വെൽക്കം ടു ബേസിക് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുംബൈയിലെ വളരെ പോപ്പുലറായ ഒരു സ്ട്രീറ്റ് ഫുഡ് ഐറ്റമാണ് മട്ടൺ കട്ട്ലറ്റ്. ഇത് നമ്മുടെ കേരള കട്ട്ലറ്റ് പോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്, പക്ഷേ അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ബാച്ചിലേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണിത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം മിൻസ്ഡ് മട്ടനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരം മീറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ബ്രെഡ് ഒന്ന് ചെറുതായി നനച്ച് കൈകൊണ്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മീറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ബ്രെഡ് മീറ്റുമായി നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. മീറ്റ് ഡിഷസ് ചെയ്യുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഗരം മസാല. 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം കൈകൊണ്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. മട്ടൺ കട്ട്ലറ്റിനായുള്ള മിക്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അടുത്തതായി മട്ടൺ കട്ട്ലറ്റിനായി മിക്സ് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനായി 3 മുട്ട എടുത്ത് നല്ലവണ്ണം അടിച്ച് വയ്ക്കണം. എഗ് മിക്സിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീറ്റ് മിക്സിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലവണ്ണം ഒന്നുകൂടി കൈകൊണ്ട് കുഴച്ചെടുക്കാം. അടുത്തതായി ഞാനിവിടെ 2 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി മീറ്റ് മിക്സിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഉരുളകളായി ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് പരത്തിയെടുക്കുക. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ വളരെ കനം കുറച്ച് തന്നെ പരത്തിയെടുത്താൽ മതിയായിരിക്കും. മീറ്റ് ബോൾസ് നല്ലവണ്ണം ബ്രെഡ് ക്രംസുമായി കോട്ട് ചെയ്തെടുക്കണം. എത്രത്തോളം തിന്നായിട്ട് പരത്താൻ പറ്റുമോ അത്രയും കൈകൊണ്ട് പരത്തിയെടുക്കണം. അടുത്തതായി പരത്തി വെച്ചിരിക്കുന്ന മീറ്റ് പാറ്റീസിനെ പതുക്കെ എഗ് മിക്സിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ലവണ്ണം എഗ് മിക്സ് കോട്ട് ചെയ്തെടുക്കണം. മട്ടൺ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായി ഞാനിവിടെ ഒരു പരന്ന കടായിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 100 ml ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലവണ്ണം ചൂടായി വന്ന ശേഷം ഒന്നൊന്നായി മട്ടൺ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായ ശേഷം ലോ മീഡിയത്തിലിട്ടാണ് മട്ടൺ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ ഏകദേശം 3 മിനിറ്റോളം മട്ടൺ കട്ട്ലറ്റിൻ്റെ ഒരു സൈഡ് ഫ്രൈ ചെയ്യുന്നതിനായി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 സൈഡ് ചെയ്ത് വരുമ്പോൾ ഏകദേശം 6 മിനിറ്റ് ടൈം വേണ്ടി വരും ഒരു മട്ടൺ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് എല്ലാം ഉരുളകളായി എടുത്ത് പരത്തി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുംബൈ സ്പെഷ്യൽ മട്ടൺ കട്ട്ലറ്റ് റെഡിയായി കഴിഞ്ഞു. ഞാനിവിടെ മട്ടൺ കട്ട്ലറ്റിനോടൊപ്പം മട്ടൺ കീമ ഗ്രേവിയും ബണ്ണുമാണ് സെർവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് ഡിന്നറിനായോ സ്നാക്ക് ഐറ്റമായോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ഗസ്റ്റ് ഉള്ളപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഡിഷ് കൂടിയാണിത്. എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ബേസിക് കിച്ചൻ്റെ സൈറ്റിൽ മറ്റ് റെസിപ്പീസും ലഭ്യമാണ്. പ്ലീസ് ചെക്ക് ഇറ്റ്, ലൈക്ക് ആൻഡ് കമൻറ്റ്.